നമസ്കാരം. മോർണിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 11 വെള്ളി, മീനം 28. മോർണിംഗ് ന്യൂസിലെ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. എറണാകുളത്ത് അഭിഭാഷകരും വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷം. ജില്ലാ കോടതിയിലെ ബാർ അസോസിയേഷൻ ആഘോഷത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. മഹാരാജാസിലെയും ലോ കോളേജിലെയും 8 SFI വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. വിദ്യാർത്ഥികൾ അനാവശ്യമായി പ്രകോപനമുണ്ടാക്കിയെന്ന് അഭിഭാഷകർ ആരോപിച്ചു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്താണ് ഇങ്ങനൊരു വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാനുണ്ടായ സാഹചര്യം? ആർക്കെങ്കിലുമെതിരെ പോലീസിന്റെ നടപടി ഉണ്ടായിട്ടുണ്ടോ? വിശദാംശങ്ങൾ എന്താണ് വിഷ്ണു? ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. എറണാകുളം ജില്ലാ കോടതിയിലെ ബാർ അസോസിയേഷന്റെ പ്രചരണ ദിനമായിരുന്നു ഇന്നലെ, സ്ഥാപക ദിനമായിരുന്നു ഇന്നലെ. അതുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷ പരിപാടികൾ കോടതിയിൽ നടക്കുകയായിരുന്നു. DJ അടക്കമുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു. ഇതിനിടയിലേക്ക് എറണാകുളം മഹാരാജാസ് കോളേജിലെയും അതോടൊപ്പം തന്നെ ലോ കോളേജിലെയും വിദ്യാർത്ഥികൾക്ക് അനാവശ്യമായി പ്രശ്നമുണ്ടാക്കി അത് സംഘർഷത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിശദീകരണം. പക്ഷേ വിദ്യാർത്ഥികൾ പറയുന്നത് മറ്റൊരു കാര്യമാണ്. പുറത്തുനിന്ന് വിദ്യാർത്ഥികളെ അനാവശ്യമായി പ്രകോപിച്ച അഭിഭാഷകർ എന്ന തരത്തിൽ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഏകദേശം 16ഓളം പേർക്കാണ് സംഘർഷത്തിൽ പരിക്കേറ്റത്. വിദ്യാർത്ഥികളും അഭിഭാഷകരും ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഒപ്പം ഇത് പിടിച്ചുമാറ്റാൻ ചെന്ന 3 പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ACPയുടെ ഡ്രൈവർ അടക്കമുള്ള ആളുകൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഒരുപക്ഷെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഈ എറണാകുളത്ത് ഇത്തരത്തിൽ കോളേജ് വിദ്യാർത്ഥികളും ഈ പുറത്തുനിന്നുള്ള ആളുകളും തമ്മിലുള്ള ഒരു സംഘർഷം ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സെൻട്രൽ പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഈ SFI പ്രവർത്തകർക്ക് തലക്കടക്കം ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അനാവശ്യമായി SFI പ്രവർത്തകർ പ്രകോപനം ഉണ്ടാക്കിയെന്നാണ് അഭിഭാഷകരുടെ വാദം. പക്ഷേ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ഒരു കാര്യവുമില്ലാതെ അഭിഭാഷകർ തങ്ങളെ മദ്യപിച്ച് ആക്രമിച്ചു എന്നുള്ളതാണ് SFI പ്രവർത്തകർ പറയുന്നത്. ഈ പരാതിയിന്മേൽ FIR രജിസ്റ്റർ ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹമാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. പരിക്കേറ്റവർ ജനറൽ ആശുപത്രിയിലും അതോടൊപ്പം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലുമായാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ശരി, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. ജില്ലാ സെക്രട്ടേറിയറ്റുകളിലെ തെരഞ്ഞെടുപ്പ്, കണ്ണൂർ, എറണാകുളം ജില്ലാ സെക്രട്ടറിമാരുടെ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള വിഷയങ്ങൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയായേക്കും. കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനും എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായതോടെയാണ് പുതിയ ജില്ലാ സെക്രട്ടറിമാരെ കണ്ടെത്തേണ്ടി വന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പിനായി ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ 2 ആഴ്ചയ്ക്കകം പൂർത്തിയാക്കും. CPI സംസ്ഥാന കൗൺസിൽ യോഗം ഇന്ന് സമാപിക്കും. ഇടതുമുന്നണിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് യോഗത്തിന്റെ അജണ്ടയിലുള്ളത്. സർക്കാർ വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടികളും ചർച്ചാ വിഷയമാകും. സംസ്ഥാന കൗൺസിലിന്റെ ആദ്യ ദിവസം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. KE ഇസ്മായിലിനെ സസ്പെൻഡ് ചെയ്ത നടപടിയും പാർട്ടി സമ്മേളനത്തിനുള്ള മാർഗരേഖ സംബന്ധിച്ച ചർച്ചയിലുമായിരുന്നു വിമർശനം. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് സംഘർഷത്തിൽ SFI KSU പ്രവർത്തകർക്കെതിരെ കേസെടുക്കാൻ പോലീസ്. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം ഇരു സംഘടനകളുടെയും സംസ്ഥാന ജില്ലാതല നേതാക്കൾക്കെതിരെ അടക്കം കേസെടുക്കാനാണ് സാധ്യത. സർവകലാശാല ആസ്ഥാനത്തുണ്ടായ സംഘർഷത്തിൽ ഇരുവിഭാഗത്തിലുമായി 10ഓളം പേർക്കാണ് പരിക്കേറ്റത്. അതേസമയം യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 34 സീറ്റുകൾ നേടി SFI വിജയം നിലനിർത്തി. 12 സീറ്റുകൾ നേടി KSUവും 1 സീറ്റ് നേടി MSFും വർഷങ്ങൾക്ക് ശേഷം അട്ടിമറി വിജയം കരസ്ഥമാക്കി. സ്ഥാനാർത്ഥിയുടെ പേരിലുള്ള കേസ് മൂലം ഫലം പ്രഖ്യാപിക്കാത്ത ഒരു സെനറ്റ് സീറ്റിന്റെ കാര്യത്തിലും ഇന്ന് തീരുമാനം ഉണ്ടാകും. ഫാഷൻ ഗോൾഡ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ED അറസ്റ്റ് ചെയ്ത മുസ്ലിം ലീഗ് നേതാക്കളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. MC കമറുദ്ദീനെയും TK പൂക്കോയ തങ്ങളെയും ഇന്നലെയാണ് കോഴിക്കോട് സ്പെഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2 ദിവസത്തേക്ക് ED കസ്റ്റഡിയിൽ വിട്ടത്. ഇരുവരും ഇന്ന് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയേക്കും. തിങ്കളാഴ്ചയാണ് ഇരുവരെയും ED അറസ്റ്റ് ചെയ്തത്. മികച്ച ലാഭം വാഗ്ദാനം ചെയ്ത് ഫാഷൻ ഗോൾഡ് ജ്വല്ലറിയുടെ ശാഖകൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ സ്ഥാപിച്ച ശേഷം നിക്ഷേപകരെ കബളിപ്പിച്ചു എന്നാണ് കേസ്. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണയെ ഇന്ന് NIA ചോദ്യം ചെയ്യും. ഡൽഹി പട്യാല ഹൌസ് NIA പ്രത്യേക ജഡ്ജി ചന്ദർജിത് സിംഗ് തഹാവൂർ റാണയെ 18 ദിവസത്തേക്ക് NIA കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഭീകരാക്രമണത്തിൽ റാണയുടെ പങ്ക് സംബന്ധിച്ചുള്ള തെളിവുകളും NIA കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, തഹാവൂർ റാണയെ പ്രത്യേക സെല്ലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയുള്ള നടപടികൾ, ചോദ്യം ചെയ്യൽ, വിശദാംശങ്ങൾ എങ്ങനെ ബൽറാം? റിജിത്ത്,
ഈ തഹൂർ റാണയെ ചോദ്യം ചെയ്യുന്നതിനായി ഒരു പ്രത്യേക സംഘത്തെ തന്നെ NIA നേരത്തെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. 12ഓളം ഉദ്യോഗസ്ഥർ അടങ്ങുന്നതാണ് ഈ സംഘം. തഹൂർ റാണയ്ക്ക് വേണ്ടിയുള്ള ചോദ്യാവലിയും തയ്യാറാക്കിയിരിക്കുന്നു. അത് പ്രധാനമായും നേരത്തെ ഡേവിഡ് കോൾമാൻ ഹെയ്ലിയെ ചോദ്യം ചെയ്തതിൽ നിന്നും അയാൾ നൽകിയ മറുപടികൾ അത് ഒത്തുചേർത്തുള്ള ഒരു ചോദ്യാവലിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ നേരത്തെ തഹൂർ റാണ ഇന്ത്യ സന്ദർശിച്ച സമയം സംബന്ധിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഭീകരാക്രമണത്തിന് മുമ്പായി 8 തവണയോളം ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിരുന്നു. അത് ഇന്ത്യയിലെ പല നഗരങ്ങൾ, കൊച്ചിയും ഡൽഹിയും അടക്കമുള്ള നഗരങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ ഒപ്പം തന്നെ അതിന്റെ കാരണങ്ങൾ ഉൾപ്പെടെയുള്ളവ ഈ ചോദ്യാവലിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ ഈ ഹെയ്ഡ്ലി നൽകിയ മൊഴി അനുസരിച്ച് ഈ ഭീകരാക്രമണത്തിനായുള്ള മറ്റ് സാങ്കേതിക സഹായങ്ങൾ, അവർക്ക് യാത്രാ സൗകര്യങ്ങൾ, കൂടാതെ സാമ്പത്തിക സഹായം എന്നിവ നൽകിയത് റാണയാണ് എന്നാണ് മൊഴിയിൽ വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും ഈ ചോദ്യാവലിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ NIA ആസ്ഥാനത്ത് തന്നെ തയ്യാറാക്കിയിട്ടുള്ള അതീവ സുരക്ഷയുള്ള പ്രത്യേക സെല്ലിലാണ് റാണയെ പാർപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി. ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം പുലർച്ചെ 2:38 റാണയെ NIA ആസ്ഥാനത്ത് എത്തിച്ചത്. ഈ ഏതാണ്ട് 3 മണിക്കൂറിലേറെ നീണ്ടുനിന്ന നടപടിക്രമങ്ങളാണ് കോടതിയിലും ഉണ്ടായത്. ഈ പ്രധാനമായും സാധാരണ നിലയിൽ ഇത്തരത്തിൽ ഒരു പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അയാൾ റിമാൻഡിൽ ആവശ്യപ്പെടുന്നത് വളരെ കുറഞ്ഞ സമയം മാത്രം എടുക്കുന്ന ഒരു നടപടിയാണ് എങ്കിൽ റാണയുടെ കാര്യത്തിൽ പൂർണ്ണമായും റാണയ്ക്കെതിരെ ഇതുവരെ ഈ ഭീകരാക്രമണവുമായി നടന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകളുടെ പൂർണ്ണ വിവരങ്ങൾ കോടതിക്ക് മുന്നിൽ NIA വയ്ക്കുകയായിരുന്നു. മുതിർന്ന അഭിഭാഷകരുടെ വലിയൊരു നിര തന്നെ NIAക്ക് വേണ്ടി കോടതിയിൽ ഹാജരായിരുന്നു. ഇതെല്ലാം പരിശോധിച്ച ശേഷമാണ് 18 ദിവസത്തെ കസ്റ്റഡിയിൽ റാണയെ വിട്ടുകൊണ്ടുള്ള ഒരു തീരുമാനം പട്യാല ഹൗസ് പ്രത്യേക NIA കോടതിയിൽ നിന്നും ഉണ്ടായത്. ഈ പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഏതാണ്ട് പൂർണ്ണ വിവരങ്ങളും ഈ റിമാൻഡ് ആവശ്യപ്പെട്ട 20 ദിവസത്തെ റിമാൻഡിൽ വേണം എന്നായിരുന്നു NIA ആവശ്യപ്പെട്ടത്. ഈ റിപ്പോർട്ടിനോടൊപ്പം തന്നെ ഈ ഇതുവരെയും ലഭ്യമായ തെളിവുകൾ നൽകി ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഇനിയും ചുരുളഴിയാത്ത കാര്യങ്ങൾ ലഭിക്കാനുണ്ട് എന്നും അതിന് വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് എന്നുമായിരുന്നു NIA കോടതിയെ അറിയിച്ചത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. തഹൂർ റാണയെ വിശദമായി ചോദ്യം ചെയ്യാൻ NIAയുടെ പ്രത്യേക സംഘം. മുനമ്പം വഖഫ് കേസിൽ കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൽ വാദം തുടരുന്നു. കേസിൽ 2019 വഖഫ് ബോർഡിന്റെ ഉത്തരവാണ് ഇന്ന് ട്രൈബ്യൂണൽ പരിശോധിക്കുക. 1950 മുതൽ ക്രയവിക്രയം നടത്തിയതുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ, ആധാരം തുടങ്ങിയവ ഹാജരാക്കാൻ ട്രൈബ്യൂണൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. മുനമ്പം ഭൂമി വഖഫ് സ്വത്താണെന്ന് 1971 പറവൂർ സബ് കോടതി വിധി ശരിവെച്ച 1975 ഹൈക്കോടതി വിധി കഴിഞ്ഞ ദിവസം ട്രൈബ്യൂണൽ പരിശോധിച്ചിരുന്നു. തൃശൂർ മാളയിൽ അയൽവാസി കൊലപ്പെടുത്തിയ 6 വയസ്സുകാരന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. തൃശൂർ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. കേസിൽ മാള സ്വദേശിയും കുട്ടിയുടെ അയൽവാസിയുമായ ജോജോ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ലൈംഗിക ഉപദ്രവം ചെറുത്തതിന്റെ വൈരാഗ്യത്തിലാണ് കുട്ടിയെ കുളത്തിൽ മുക്കി കൊന്നത് എന്ന് ജോജോ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ജോജോയെ ചോദ്യം ചെയ്തതിലൂടെയാണ് ഇന്നലെ വൈകുന്നേരം കാണാതായ കുട്ടിയുടെ മൃതദേഹം വീടിന് സമീപത്തെ കുളത്തിൽ നിന്ന് കണ്ടെത്തിയത്. ജോജോ മുമ്പും ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു. കേസിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ്. പത്തനംതിട്ടയിൽ കോവിഡ് ബാധിതയെ ആംബുലൻസിൽ പീഡിപ്പിച്ച കേസിൽ കോടതി ഇന്ന് ശിക്ഷ വിധിക്കും. പ്രതി കായംകുളം സ്വദേശി നൌഫൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. 2020 സെപ്റ്റംബർ 5 ആറന്മുളയിലെ മൈതാനത്ത് വെച്ച് യുവതി ആംബുലൻസിൽ പീഡിപ്പിച്ചത്. കോവിഡ് സെന്ററിലേക്ക് കൊണ്ടുപോകും വഴി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. ഇടുക്കി ഉപ്പുതറയിൽ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ 4 പേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടേഴ്സിന്റെ സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തുക. ഉപ്പുതറ 9 ഏക്കർ പട്ടത്തമ്പലം വീട്ടിൽ സജീവ് മോഹനൻ, ഭാര്യ രേഷ്മ, 5 വയസ്സുള്ള മകൻ ദേവൻ, 4 വയസ്സുകാരി മകൾ ദിയ എന്നിവരാണ് മരിച്ചത്. കുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷം സജീവും ഭാര്യയും ആത്മഹത്യ ചെയ്തതാകാം എന്നാണ് പോലീസിന്റെ സംശയം. കടബാധ്യതയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് കണ്ടെത്താൻ കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴി ശേഖരിക്കും. കട്ടപ്പനയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്.
SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് നൽകുന്ന സ്വീകരണ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. മലപ്പുറത്തിനെതിരായ വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പ്രസംഗത്തിനെതിരായി വ്യാപക പ്രതിഷേധമുയരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തിയതിന്റെ 30ാം വാർഷികാഘോഷമാണ് ചേർത്തല യൂണിയൻ സംഘടിപ്പിക്കുന്ന പരിപാടി. മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരായ P. രാജീവ്, സജി ചെറിയാൻ, P. പ്രസാദ്, VN വാസവൻ എന്നിവരും പങ്കെടുക്കും. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നടത്തുന്ന കേരള യാത്ര പര്യടനം തുടരുകയാണ്. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners, Joya Lucas, Jain Deemed to be University Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Group of Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, Pyramid Agro Multi-State Cooperative Society Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന കേരള യാത്ര മലപ്പുറം ജില്ലയിൽ പര്യടനം തുടരുന്നു. ഇന്ന് രാവിലെ 7 മണിക്ക് വേങ്ങര സഭാ സ്ക്വയറിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര ബസ് സ്റ്റാൻഡിലും കുറ്റാളൂർ AMLP സ്കൂളിലും എത്തും. പിന്നീട് കാരത്തോട് GMLP സ്കൂളിൽ വെച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞ. വൈകിട്ട് 3:30 മലപ്പുറത്തിന്റെ തലയെടുപ്പായ മൊയ്തീൻ അക്കാഡമിയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കും. രാത്രി 7 മണിക്ക് ആലത്തൂർ പടിയിൽ നടക്കുന്ന നാട്ടുകൂട്ടത്തിനു ശേഷം മേൽമുറി സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ച് ലഹരിക്കെതിരെ ഒന്നായി നീങ്ങാമെന്ന പ്രതിജ്ഞ ആയിരങ്ങൾ ഹൃദയത്തിലേറ്റുവാങ്ങും. ലഹരിക്കും അക്രമത്തിനുമെതിരെ അമ്മമാരുടെ ശക്തി വിളിച്ചോതി SKN40യിൽ മാതൃശക്തി. കോട്ടയ്ക്കൽ പുത്തൂർ ബൈപ്പാസിൽ നടന്ന പരിപാടിയിലാണ് 100 കണക്കിന് വനിതകൾ മെഴുകുതിരി തെളിയിച്ച് യാത്രയ്ക്കൊപ്പം അണിചേർന്നത്. കോട്ടയ്ക്കൽ നഗരസഭയുടെ നേതൃത്വത്തിൽ ശിശുവികസന വകുപ്പും ICDSും കുടുംബശ്രീയും അടക്കം ഒരുമിച്ചണിനിരുന്നു. ലക്ഷ്യം ലഹരിക്കും അക്രമത്തിനുമെതിരെ പൊരുതുക. അതേ ലക്ഷ്യത്തോടെ മുന്നേറുന്ന SKN നയിക്കുന്ന കേരള യാത്ര ആ പോരാട്ട വീര്യത്തെ നെഞ്ചോട് ചേർത്തു. അപ്പോൾ ഞാൻ അമ്മമാർ ചൂലെടുക്കണം എന്ന് കുറച്ച് ദിവസങ്ങളായി പറയുമായിരുന്നു. കാര്യം ഇതൊക്കെ മാലിന്യമാണ് ഈ MDMA എന്നൊക്കെ പറയുന്നത്. ആ സാധനം അടിച്ചു വൃത്തിയാക്കാൻ അമ്മമാരുടെ ആർമിക്കേ കഴിയൂ. SKNനും ന്യൂസ് 24ന്റെ ഫുൾ ടീമിനും എല്ലാ സപ്പോർട്ടും ഇങ്ങനെ ഒരു പരിപാടി കണ്ടക്ട് ചെയ്ത എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. SKN 24ന്റെ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിന് ഒതുക്കുങ്ങൽ പഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. 24ന്റെ നേതൃത്വത്തിൽ നടന്ന ലഹരി വിരുദ്ധ സംവാദത്തിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. എന്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നടത്തുന്ന കേരള യാത്ര കൂടുതൽ ജനകീയമാവുകയാണ്. 24 മലപ്പുറം. രാഷ്ട്രീയത്തിലേക്ക് തന്നെ കൈപിടിച്ച് നടത്തിയ പ്രിയ സഖാവിനെ കാണാൻ CPIM ജനറൽ സെക്രട്ടറി MA ബേബി എത്തി. ജനറൽ സെക്രട്ടറിയായ ശേഷം ആദ്യമായി കൊല്ലത്തെത്തിയപ്പോഴാണ് പ്രാക്കുളത്തെ തന്റെ പ്രിയ സഖാവ് VK വിക്രമനെ കാണാൻ MA ബേബി എത്തിയത്. പ്രാക്കുളം NSS UP സ്കൂളിൽ നിന്ന് സഖാവ് വിക്രമൻ കണ്ടെത്തിയ ആ പഴയ 8ാം ക്ലാസ്സുകാരൻ ഇന്ന് CPIMന്റെ ജനറൽ സെക്രട്ടറിയാണ്. ജനറൽ സെക്രട്ടറി പദവിയിൽ എത്തിയ ശേഷം ആദ്യമായി കൊല്ലത്തെത്തിയ MA ബേബി ആദ്യം പോയതും തന്റെ പ്രിയ സഖാവിനെ കാണാൻ. MA ബേബിയെ വിക്രമൻ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു.
തിരികെ MA ബേബിയും പൊന്നാടയണിയിച്ചു. ഇവിടുത്തെ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് സഖാവ് വിക്രമൻ. അപ്പോൾ അതുകൊണ്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം ഉണ്ടായാലും സഖാവ് വിക്രമനെ ഓർക്കും. ഇവിടെ ഇടയ്ക്ക് ബെറ്റിയും ഞാനും വന്ന് പലതവണ കാണാറുണ്ട്. നാട്ടിൽ വരാൻ സമയം കിട്ടുമ്പോൾ കുറച്ച് സമയം നീക്കി വെച്ചിട്ട് ഇവിടെ വരാറുണ്ട്. പ്രാക്കുളത്തെത്തിയ MA ബേബിയോട് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒരാവശ്യം മുന്നോട്ട് വച്ചു. ജോലിക്കിടെ രാവിലെയും ഉച്ചയ്ക്കുമുള്ള ഫോട്ടോയെടുപ്പ് നിർത്തലാക്കണം. പ്രശ്നപരിഹാരത്തിന് ഇടപെടാമെന്ന് CPIM ജനറൽ സെക്രട്ടറിയുടെ ഉറപ്പ്. എങ്കിൽ പിന്നെ പോട്ടെ, ഇത് പറയാം, എംപിമാരോടെല്ലാം പറയാം. പോട്ടെ, ശരി. പ്രാക്കുളത്തെ പാർട്ടി പ്രവർത്തകരും സഹപാഠികളും ഭാര്യ ബെറ്റിയും MA ബേബിക്കൊപ്പം ഉണ്ടായിരുന്നു. അരുൺ രാജ്, 24 കൊല്ലം. വയനാട് പടിഞ്ഞാറത്തറയിൽ സഹപ്രവർത്തകന് വീടൊരുക്കാൻ പിന്തുണ തേടുകയാണ് സന്നദ്ധ പ്രവർത്തകരുടെ സംഘടനയായ പൾസ് എമർജൻസി ടീം കേരള. സന്നദ്ധ സേവന രംഗത്തെ സജീവ സാന്നിധ്യമായ സംഘടനയുടെ പ്രവർത്തകൻ ക്ലിന്റ് തോമസും കുടുംബവുമാണ് ടാർപോളിൻ ഷീറ്റ് മറച്ചു കെട്ടിയ കൂരയിൽ 6 വർഷമായി കഴിയുന്നത്. ഭാര്യയും 3 മക്കളുമുള്ള കുടുംബത്തിന് തലചായ്ക്കാൻ ഒരിടം എന്ന ലക്ഷ്യത്തിന് സമൂഹത്തിന്റെ പിന്തുണ തേടുകയാണ് ഇവർ. പടിഞ്ഞാറത്തറ പേരാലിലെ ഈ കുന്നുകയറണം വലിയ നിരപ്പേൽ ക്ലിന്റിന്റെ കൂരയിലെത്താൻ. ഭാര്യ ആശയും 3 മക്കളുമുള്ള ഈ കുടുംബം ടാർപോളിൻ ഷീറ്റ് മറച്ചുകെട്ടിയ കൂരയിൽ കഴിയാൻ തുടങ്ങിയിട്ട് 6 വർഷം. വീട് പറ്റ അവസ്ഥയിലുള്ളതാണ്, കിടക്കണം. കാറ്റും മഴയൊക്കെ ഭയങ്കര ഒരവസ്ഥയിലാണുള്ളത്. കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. എൻ്റെ അവസ്ഥയിൽ ഞങ്ങൾ 5-6 വർഷത്തോളം ഞങ്ങൾ ഈ ഷെഡിൽ തന്നെ കഴിയുന്നു. അതിന് മുമ്പ് ഞങ്ങൾ വാടകയ്ക്കായിരുന്നു. അപ്പോൾ ഞാനും വൈഫും മാത്രം പണിക്ക് പോയിട്ട് വേണം കാര്യങ്ങൾ നടത്താൻ. മഴയൊന്ന് ആഞ്ഞു പെയ്താൽ ചോർന്നു തുടങ്ങും. ചെറിയ ഹോട്ടലിലാണ് ഇരുവരും ജോലി ചെയ്യുന്നത്. ഈ വരുമാനം കൊണ്ട് വീട് എന്നത് സാധ്യമേയല്ല. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും 494 നമ്പർക്കാരായതിനാൽ അടുത്തെങ്ങും വീട് കിട്ടുകയുമില്ല. വീട് പണിയാനും ഒറ്റയ്ക്കായിട്ട് എനിക്ക് ചേട്ടയ്ക്കോ പറ്റുക കാര്യങ്ങളൊക്കെ ആവില്ല. എന്നുവെച്ചാൽ വഴിയില്ല, സൗകര്യമില്ല. 4 ലക്ഷം രൂപ തന്നെ നമുക്ക് ലൈഫിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ സാധനത്തിന് ചുമട്ടുപടിക്കായിട്ട് തന്നെ പകുതിയോളം പോകും. പിന്നെ വീടിനായിട്ട് നമുക്ക് അതിലൊന്നും ഉണ്ടാവില്ല. മഴ പെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്, കിടക്കാൻ പറ്റത്തില്ല. കിടക്കുന്നിടത്തേക്ക് വെള്ളം വീഴും. പിള്ളേർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണ്. വയനാട്ടിൽ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായ സംഘടന പൾസ് എമർജൻസി ടീമിന്റെ പ്രവർത്തകനാണ് ക്ലിന്റ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും തന്റെ ജീവിതം ഈ വിധമെന്ന് ക്ലിന്റ് സുഹൃത്തുക്കളോട് പങ്കുവച്ചത് അടുത്തിടെ. ഞാൻ ഇവിടെ വന്നു നോക്കിയപ്പോൾ സത്യത്തിൽ സങ്കടമായിപ്പോയി. ഞാനത് ഞങ്ങളുടെ IAGയുടെ കൺവീനറും ശ്രേയസിൻ്റെ ഡയറക്ടറുമായിട്ടുള്ള ഡേവിഡ് ആലിങ്കൽ അച്ഛനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊജക്റ്റിൽ ഒരു വീടിൻ്റെ ഇതാണ് നോക്കിയിരുന്നത്. പക്ഷേ അത് സാറ്റിസ്ഫൈഡ് ആവില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെറിയ തോതിൽ ഞങ്ങളാൽ കഴിയുന്ന തരത്തിൽ ഇപ്പോൾ ഞാനും അച്ഛനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞങ്ങളൊരു ചെറിയൊരു ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളെ കൊണ്ട് ശരിക്കും കൂട്ടിയാൽ കൂടില്ല. ഇപ്പം ഇവിടത്തേക്ക് തന്നെ ചുമടെടുത്ത് ഇങ്ങോട്ടേക്ക് എത്താൻ തന്നെ ഒത്തിരി പ്രയാസമാണ്. വീട് പൂർത്തിയാക്കാൻ സമൂഹത്തിന്റെ പിന്തുണ വേണം. അടുത്ത മഴക്കാലത്തിന് മുമ്പെങ്കിലും അടച്ചുറപ്പുള്ള വീട്ടിൽ ഈ കുട്ടികൾക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയണം. സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ കുടുംബം. വയനാട്. മലപ്പുറം കൊണ്ടോട്ടിക്കാരുടെ സ്വന്തം മൊയ്തീൻകുട്ടി ഡോക്ടറുടെ സ്മരണയ്ക്കായി സ്മൃതിരേഖ പ്രകാശനത്തിന് തയ്യാറായി. ഡോക്ടർക്കുമപ്പുറം എന്ന് പേരിട്ടിരിക്കുന്ന പുസ്തകം കൊണ്ടോട്ടി പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കാണ് പ്രസിദ്ധീകരിക്കുന്നത്. നാളെ വൈകിട്ട് കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ അക്കാദമിയിലാണ് പ്രകാശന ചടങ്ങ്. ആതുര സേവനം സങ്കീർണമായിരുന്ന കാലത്ത് പാവങ്ങൾക്കും സാധാരണക്കാർക്കും സേവനങ്ങൾ നൽകി ജീവിച്ച ജനകീയ ഡോക്ടറാണ് മൊയ്തീൻകുട്ടി. കൊണ്ടോട്ടിയിലെ തന്റെ ആശുപത്രിക്ക് സമീപം സ്ഥലമനുവദിച്ച് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ആരംഭിച്ചത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഒന്നു മാത്രം. ഡോക്ടറുടെ ഓർമ്മയ്ക്കായി കൊണ്ടോട്ടി പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക് സ്മൃതിരേഖ തയ്യാറാക്കി. ഡോക്ടർക്കും അപ്പുറമെന്ന് പേരിട്ടിരിക്കുന്ന സ്മൃതിരേഖ പ്രകാശന ചടങ്ങ് നാളെ പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ET മുഹമ്മദ് ബഷീർ MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. അദ്ദേഹത്തെ അറിയാവുന്ന, അദ്ദേഹവുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള, അദ്ദേഹത്തിനുമായിട്ട് ഇടവൈകിയിട്ടുള്ള ഏകദേശം 78ഓളം ആളുകൾ ഇതിൽ അവരുടെ ഓർമ്മക്കുറിപ്പുകൾ നൽകിയിട്ടുണ്ട്. അതൊരു ബുക്കായിട്ട് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. തീർത്തും നമ്മൾ സാധാരണക്കാരനുമായിട്ടുള്ള ഒരു സ്മരണിക അല്ല ഇത്. ഇന്ന് വരുന്ന യുവതലമുറക്ക് ഒരു പ്രചോദനം
മൊയ്തീൻകുട്ടി ഡോക്ടറുമായി അടുപ്പമുള്ളവർ തയ്യാറാക്കിയ ഓർമ്മക്കുറിപ്പ് ഉൾപ്പെടുത്തിയാണ് സ്മൃതിരേഖ പ്രസിദ്ധീകരിക്കുന്നത്. അടുത്ത തലമുറയ്ക്ക് ഈ ഡോക്ടറെ കുറിച്ച് മനസ്സിലാക്കാനും അദ്ദേഹം എങ്ങനെയായിരുന്നു ജനങ്ങളോട് പെരുമാറിക്കുന്നത് മനസ്സിലാക്കാനും വേണ്ടിയുള്ള ഒരു പുസ്തകമാണ് സ്മൃതി. അതിൻ്റെ ഒരു സ്മരണീക എന്നുള്ളതാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിലും ഡോക്ടർക്കും പല കാര്യത്തിലും അദ്ദേഹം ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അത് ജനങ്ങൾക്ക് അടുത്ത തലമുറയ്ക്ക് മനസ്സിലാക്കാനും വേണ്ടിയാണ് ഒരു പുസ്തകം നമ്മൾ ഇറക്കാന്നുള്ളത് തീരുമാനിച്ചത്. പുസ്തക പ്രകാശനത്തോടനുബന്ധിച്ച് എങ്ങനെ മികച്ച പാലിയേറ്റീവ് വോളണ്ടിയർ ആകാം എന്നതിനെക്കുറിച്ച് പരിശീലന കളരിയും നടക്കും. 24 മലപ്പുറം. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് ശൂരനാട് രാജശേഖരൻ അന്തരിച്ചു. എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം. നിലവിൽ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺരാജ്, ഏറെ നാളായി അദ്ദേഹം അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടങ്ങി പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെയും പിന്നീട് സംസ്ഥാന കോൺഗ്രസിൻ്റെയും ഒക്കെ കോൺഗ്രസിലുമൊക്കെ സജീവമായി ഇടപെട്ട മുതിർന്നൊരു നേതാവാണ് വിട പറഞ്ഞു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ എങ്ങനെ ഓർക്കാം? വിശദാംശങ്ങൾ എന്താണ് അരുൺരാജ്? റിജിത്ത്, KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗവും ഭീഷണം മാനേജിംഗ് എഡിറ്ററുമായിരുന്ന ഡോക്ടർ ശൂരനാട് രാജശേഖരനാണ് അന്തരിച്ചത്. എറണാകുളം അമൃത ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. മരണസമയത്ത് ഭാര്യയും മക്കളും അടക്കം ഉണ്ടായിരുന്നവരാണ് ഒപ്പം ഉണ്ടായിരുന്നത്. 75 വയസ്സായിരുന്നു. മുൻ DCC അധ്യക്ഷൻ കൂടിയാണ്. രക്താർബുദ ബാധിതനായിട്ടായിരുന്നു ചികിത്സയിൽ തുടരുന്നത്. ഇതിനിടയിലാണ് മരണം സംഭവിക്കുന്നത്. പൊതുദർശനം വീട്ടിൽ മാത്രമാണുള്ളത്. നേരത്തെ തന്നെ ശൂരനാട് രാജശേഖരൻ തന്റെ ബന്ധുക്കളോടും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരോടും താൻ മരിച്ചാൽ മൃതദേഹം ഒരു കാരണവശാലും പൊതുദർശനത്തിന് ഈ പാർട്ടി ഓഫീസുകളിൽ വെക്കരുത് എന്ന നിർദ്ദേശം തന്റെ ആഗ്രഹവും മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പൊതുദർശനം അടക്കം ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ളത്. വീട്ടുവളപ്പിൽ ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് അടക്കം നിശ്ചയിച്ചിരിക്കുന്നത്. കൊല്ലം ചാത്തന്നൂർ ശീമാട്ടി ജംഗ്ഷനിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ മാത്രമാണ് മൃതദേഹം കൊണ്ടുവരിക. കൊല്ലം ശാസ്താംകോട്ട DB കോളേജിലെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകനായി തുടങ്ങിയ ശൂരനാട് രാജശേഖരൻ KSUവിന്റെ സംസ്ഥാന ഭാരവാഹിയായും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയായും DCC പ്രസിഡന്റ് എന്നീ പദവികൾ അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊല്ലം പ്രസ് ക്ലബിന്റെ അധ്യക്ഷ പദവും ശൂരനാട് രാജശേഖരൻ വീക്ഷണത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് വഹിച്ചിരുന്നു. സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റും സംസ്ഥാന സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ഓരോ തവണ അദ്ദേഹം മത്സരിക്കുകയും ചെയ്തു. ചാത്തന്നൂർ നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിച്ചടക്കം അദ്ദേഹം മത്സരിച്ചതാണ്. പക്ഷേ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശൂരനാടിനെ സംബന്ധിച്ച് അദ്ദേഹം എന്നും കൊല്ലം ജില്ലയിലെ ശൂരനാട് അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന മണ്ണിൽ കോൺഗ്രസിന്റെ ആദ്യഘട്ടത്തിൽ അതിഭാവം പ്രകടിപ്പിച്ച് കോൺഗ്രസിനോട് ചേർത്ത് നിർത്തിയ വ്യക്തികളിലൊരാളാണ് ശൂരനാട് രാജശേഖരൻ. കൊല്ലത്തെ സംബന്ധിച്ച് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്, കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക്, കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് വളരെ സഹാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തിയ ശൂരനാട് രാജശേഖരന്റെ അന്ത്യം കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വലിയ വേദന തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ മാസത്തിലടക്കം അദ്ദേഹം ഈ പ്രവർത്തനങ്ങളുമായി അടക്കം വളരെ സജീവമായി രംഗത്ത് വരുന്ന സാഹചര്യം അടക്കം ഉണ്ടായതാണ്. കാരണം ഈ രോഗബാധിതനാണെങ്കിൽ പോലും കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പരിപാടികളിൽ തുടർച്ചയായി പങ്കെടുക്കുന്ന വ്യക്തിയായിരുന്നു ശൂരനാട് രാജശേഖരൻ. ഇതിനിടയിലാണ് രക്താർബുദ ബാധിതനായി കൂടുതൽ ആരോഗ്യനില വഷളാകുന്നത്. തുടർന്ന് അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് ചികിത്സയിലിരിക്കുകയുമാണ്. ഇന്ന് പുലർച്ചെ അന്ത്യം സംഭവിക്കുന്നത്. 75 വയസ്സായിരുന്നു. അരുൺരാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം ശാസ്താംകോട്ട DB കോളേജിൽ കേരള വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തകനായി തുടങ്ങുന്നു അദ്ദേഹത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം. പിന്നീട് KSUവിൻ്റെ സംസ്ഥാന ഭാരവാഹി, അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹി, കൊല്ലം DCC പ്രസിഡന്റ്, KPCC ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റായിരുന്നു. അതുപോലെ സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റായിരുന്നു. അതിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിലെ മികച്ച സഹകാരികളിൽ ഒരാളാണ്. വീക്ഷണം മാനേജിംഗ് എഡിറ്ററായിരുന്നു. പാർട്ടിക്ക് വേണ്ടി ഒരുപാട് സംഭാവനകൾ ചെയ്ത, താഴെത്തട്ടിൽ പ്രവർത്തിച്ച ഒരു മുതിർന്ന നേതാവാണ് വിട പറഞ്ഞു പോകുന്നത്. പ്രസിദ്ധമായ ലോകനാർക്കാവ് പൂര മഹോത്സവത്തിന് കൊടിയിറങ്ങി. സമാപനത്തോടനുബന്ധിച്ച് ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആറാട്ട് സദ്യ ഒരുക്കി. ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ചടങ്ങിൽ പങ്കെടുത്തു. പൂരം മഹോത്സവത്തിനെത്താൻ സാധിച്ചത് ദേവിയുടെ അനുഗ്രഹമാണെന്ന് ഗോകുലം ഗോപാലൻ ഫേസ്ബുക്കിൽ കുറിച്ചു. പ്രഥമ മാമുക്കോയ മെമ്മോറിയൽ അവാർഡുകൾ കോഴിക്കോട് വിതരണം ചെയ്തു. മികച്ച മാധ്യമപ്രവർത്തകനുള്ള പുരസ്കാരം 24 സീനിയർ റിസർച്ച് എഡിറ്റർ U പ്രദീപ് ഏറ്റുവാങ്ങി. പുരസ്കാരം തോട്ടത്തിൽ രവീന്ദ്രൻ MLA സമ്മാനിച്ചു. മാമുക്കോയ മെമ്മോറിയൽ നാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി.
തമിഴ്നാട് BJP സംസ്ഥാന അധ്യക്ഷൻ ആരാണെന്ന് ഇന്നറിയാം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചെന്നൈയിലെത്തി ഇന്നലെ വിവിധ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയെയും അമിത്ഷാ ഇന്ന് കണ്ടേക്കും. BJP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി ഇന്നാണ്. ഇതിനിടെ ചെന്നൈയിലെത്തിയ അമിത്ഷാ പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാനായി വിവിധ നേതാക്കളുമായി ആശയവിനിമയം നടത്തി. ഒറ്റപ്പേരിലേക്ക് ചർച്ചയെത്തിക്കാനാണ് ശ്രമം. MLA നൈനാർ നാഗേന്ദ്രനാകും പ്രസിഡന്റെന്ന് ഏതാണ്ട് ഉറപ്പാണ്. നിലവിലെ അധ്യക്ഷൻ K അണ്ണാമലയെ മാറ്റി നിർത്തുന്നതിൽ ഒരു വിഭാഗത്തിന് കടുത്ത എതിർപ്പുണ്ട്. സഖ്യം വേണമെങ്കിൽ അണ്ണാമലയെ മാറ്റി നിർത്തണമെന്ന AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയുടെ കടുംപിടുത്തമാണ് അമിത്ഷാ അംഗീകരിച്ചത്. ഇതിനെ തുടർന്ന് BJPയിലുണ്ടായ പുകച്ചിൽ മാറ്റാനാണ് അമിത്ഷാ പ്രധാനമായും ചെന്നൈയിലെത്തിയത്. AIADMKയുമായി ഡൽഹിയിൽ തുടങ്ങിവെച്ച ചർച്ചയുടെ അടുത്ത ഘട്ടവും തമിഴ്നാട്ടിൽ നടക്കും. എടപ്പാടി പളനിസ്വാമി തന്നെ അമിത്ഷായെ കണ്ടേക്കും. ചില RSS നേതാക്കളും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരും അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും സൂചനയുണ്ട്. 24 ചെന്നൈ. IPLൽ വിജയവഴിയിൽ തിരിച്ചെത്താൻ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് സ്വന്തം മൈതാനത്തിറങ്ങും. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് ചെന്നൈയുടെ എതിരാളികൾ. ഋതുരാജ് ഗെയ്ക്വാദ് പരിക്കേറ്റ് പുറത്തായതോടെ മഹേന്ദ്ര സിംഗ് ധോണിയാണ് ചെന്നൈയെ നയിക്കുക. ഒരിടവേളയ്ക്ക് ശേഷം ധോണി വീണ്ടും നായകക്കുപ്പായത്തിലെത്തുന്നു. ക്യാപ്റ്റൻസിയിലെ മഹേന്ദ്രജാലം കാണാൻ ചെപ്പോക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. പക്ഷേ തലയ്ക്കും കൂട്ടർക്കും കാര്യങ്ങൾ ഇത്തവണ അത്ര എളുപ്പമല്ല. തുടർച്ചയായ 5ാം തോൽവിയെന്ന നാണക്കേടിന്റെ വക്കിൽ നിന്നാണ് ചെന്നൈ ഇന്ന് കൊൽക്കത്തയെ നേരിടുന്നത്. നേരത്തെ 2010ലും 22ലും ചെന്നൈ 4 കളികൾ തുടർച്ചയായി തോറ്റിരുന്നു. 2010ൽ കിരീടം നേടി തിരികെ വന്നപ്പോൾ 22ൽ 9ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. ചെന്നൈ ബോളിംഗ് നിര റൺസ് വിട്ടുകൊടുക്കുന്നതിൽ പിശുക്ക് കാട്ടുന്നതേയില്ല. നൂർ അഹമ്മദും ഖലീൽ അഹമ്മദും വിക്കറ്റ് എടുക്കുന്നതൊഴിച്ചാൽ മറ്റാരും ബാറ്റർമാർക്ക് വെല്ലുവിളിയാകുന്നില്ല. അടിച്ചു തകർത്ത് റൺസ് നേടാൻ ബാറ്റർമാരും മെനക്കെടുന്നില്ല. പതിവിന് വിപരീതമായി ഫീൽഡിംഗ് നിരയും ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തുന്നു. മറുവശത്ത് സ്ഥിരതയില്ലായ്മയാണ് കൊൽക്കത്തയുടെ പ്രശ്നം. ഫിനിഷർമാരുടെ നീണ്ട നിരയും സുനിൽ നരയൻ, വരുൺ ചക്രവർത്തി സ്പിൻ കൂട്ടുകെട്ടും കൊൽക്കത്തയ്ക്ക് മുൻതൂക്കം നൽകുന്നുണ്ട്. ചെപ്പോക്കിൽ ഇനിയൊരു തോൽവി കൂടി ചെന്നൈക്ക് താങ്ങാനാകില്ല. ധോണിയുടെ ചിറകിലേറി വിജയവഴിയിൽ തിരിച്ചെത്താനാകുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ക്യാമറാമാൻ ശ്രീകാന്ത് ഗൗരീശപട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24. മോർണിംഗ് ന്യൂസ് പൂർത്തിയാവുകയാണ്.